നമ്മുടെ പോളോയുടെ സസ്പെൻഷൻ്റെ പാർട്സ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ നമ്മൾ അതിൻ്റെ വർക്കിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തേക്കുന്നത് ജെന്യൂൻ പാർട്സ് എല്ലാം ഉപയോഗിച്ചേക്കുന്നത്. കാര്യം ജെന്യൂൻ പാർട്സ് പോളോയ്ക്ക് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അത് താങ്ങത്തില്ല. അപ്പോൾ കസ്റ്റമർ റിക്വയർമെൻറ്റും അത്രയും അവർക്ക് വേണ്ട. പിന്നെ അത് കൂടാണ്ട് ഞാൻ വേറൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ടാർബോസിൻ്റെ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു കമ്പനിയുടെ സസ്പെൻഷൻ കിറ്റാണെങ്കിൽ ഇതിന് മുമ്പ് ഒരു പോളോയിൽ ഉപയോഗിച്ച് ചെയ്തത്. പക്ഷേ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ. അത് ഏകദേശം 10-20,000 കിലോമീറ്റർ കവർ ചെയ്തേക്കുന്നു. ഇതുവരെ യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോപ്പർ അലൈൻമെൻറ്റ് കിട്ടുന്നുണ്ട്. എവറിത്തിങ് ഈസ് ക്ലിയർ. വണ്ടി നല്ല കൂളായിട്ട് ഓടുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അത്രയും കണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒറിജിനൽ എടുക്കുന്നേക്കാളും കൂടുതൽ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ലോവർ ആം ഇത് കണ്ടോ, നമ്മളിതിൻ്റെ ലോവർ ആമിൻ്റെ മൊത്തം ലോവർ ആം മാറ്റിയില്ല. അതിൻ്റെ 2 സൈഡ് ബുഷ് കിറ്റായിട്ട് തന്നെ നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ബുഷ് കിറ്റും അടിച്ചിട്ടു. അതായത് അതിൻ്റെ ബുഷ് കൊണ്ടുപോയി ലൈത്തി കൊണ്ടുപോയി പ്രസ് ചെയ്തു. അതുകൂടാതെ എൻ്റെ എല്ലാം നമ്മൾ പുതിയതിട്ടു. ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ ടാർബോസിൻ്റെ തന്നെ ഫുൾ അസംബ്ലി മേടിച്ച് നല്ല പക്കാ സെറ്റ് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് ഇനി ഇതിൽ നമുക്ക് ഉണ്ടായിരുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും, നല്ലൊരു പെർഫോമൻസ് തരും. കാര്യം ഒച്ച വെള്ളം ഒന്നും ഉണ്ടാകത്തില്ല. അടുത്ത് ഞാൻ ഇതിൽ ഉണ്ടായിരുന്ന വർക്കെന്ന് വെച്ചാൽ EGR ക്ലീനിങ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി അങ്ങോട്ട് ഫിറ്റിങ്ങിലോട്ട് പോയാൽ അത് കാണിക്കാൻ സമയം കിട്ടത്തില്ല. നോക്കൂ, EGR മെക്കാനിക്സ് ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എത്ര കണ്ട അഴുക്കും കാര്യങ്ങളുണ്ടാകുന്നത്. അതായത് നോക്കൂ, ഇപ്പോൾ നമ്മൾ കണ്ട ക്ലീൻ ചെയ്തെടുത്തേക്കണ കണ്ട. അതായത് പുത്തം പുതിയ മെക്കാനിസം എങ്ങനെയുണ്ട് അതേ കണക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു പുത്തം പുതിയ മെക്കാനിസം എടുക്കുന്ന അതേ ക്വാളിറ്റിയിൽ കണ്ട, എല്ലാം വെല്ലായിട്ട് നല്ല രീതിയിൽ കണ്ട അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഫുള്ള് മെക്കാനിക്സ് നമ്മൾ ഇളക്കി എടുത്തു കേട്ടോ. ഇതിൽ അത്രയും കണ്ട് കാർബൺ ആയിരുന്നു. അതിൻ്റെ ആൾമോസ്റ്റ് നോസിലും കാര്യങ്ങളും എല്ലാം അടവുണ്ടായിരുന്നു. ഇതേ കണ്ടോ, ഇതിപ്പോൾ കണ്ട പുതിയത് കണക്കാക്കിയിട്ടുണ്ട്. എല്ലാ സംഗതിയും എല്ലാ മെക്കാനിക്സും നല്ല റിയൽ ക്വാളിറ്റിയിൽ അതിൻ്റെ ഒറിജിനൽ എങ്ങനെ വരുന്നു അതേ കണക്ക് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ EGR സെക്ഷൻ കഴിഞ്ഞു. പിന്നെ ഇതിനൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ABS വർക്ക് ചെയ്യുന്നില്ല. അത് നമ്മൾ ആക്ച്വലി ചെക്ക് ചെയ്തില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ അതിലോട്ട് കടക്കാൻ പറ്റൂ, എന്താണെന്ന് നോക്കാൻ പറ്റൂ. പിന്നെ ഈ വണ്ടിയുടെ ഓക്സിജൻ സെൻസറും ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ ഒരു എടുത്താ ഓക്കെ അതാണ് കേട്ടോ. നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ലിക്വിഡിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ലിക്വിഡിൽ നിന്ന് മോർണിംഗ് എടുത്തപ്പോൾ കിട്ടിയ ക്വാളിറ്റിയാണ് കേട്ടോ. ഇത്രയും കണ്ട് നല്ല വെള്ളമായിട്ട് ഇത് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വരുന്നത് ഇതെല്ലാം കൂടെ എടുത്ത് ഫിറ്റ് ചെയ്യണം, സസ്പെൻഷൻ എടുത്ത് ഫിറ്റ് ചെയ്യണം. എന്നതിന് ശേഷം നമുക്ക് നോക്കാം എന്തുകൊണ്ട് പെർഫോമൻസ് എന്ന്. 100% ഷുവറാണ് നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് എന്തായാലും കിട്ടും. ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ റാക്ക് മെക്കാനിസമാണ് കണ്ട. ഇത് നമ്മൾ പഴയത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയത് നല്ല അടിയായിരുന്നു. പക്ഷേ നമുക്ക് പഴയതിൽ ഇത് നല്ല സൂപ്പറായിട്ട് റിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് റിപ്പയർ ചെയ്യണമെന്ന്. ഇതിനകത്ത ഒറിജിനൽ കിറ്റ് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഒറിജിനൽ കിറ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് പുറത്തുനിന്ന് വരുത്താൻ പറ്റും. ആ കിറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നോയ്സോ കാര്യങ്ങളോ ഒന്നും കേൾക്കത്തില്ല. നല്ലൊരു പെർഫോമൻസ് തരുകയും ചെയ്യും. നമുക്ക് എന്തായാലും ഒരു അത്യാവശ്യം തെറ്റില്ലാത്തൊരു കിലോമീറ്റർ നമുക്ക് തോടാൻ പറ്റും. അത് ഈ ഒരു കംപ്ലൈൻറ്റോ ഡാമേജോ അങ്ങനെയൊന്നും വരില്ല. അത് റിയൽ ആയിട്ടുള്ള കിറ്റിട്ട് ഫിറ്റ് ചെയ്താൽ മാത്രം. അത് കൂടാണ്ട് ഇതിൻ്റെ എൻഡും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിരുന്നു. അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ടാർബോസിൻ്റെ തന്നെ എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബൂട്ട് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. പക്കാ സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിട്ട് കഴിഞ്ഞാൽ നോയ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതേ കണക്ക് പെർഫോമൻസ് സൈഡും നല്ലൊരു പെർഫോമൻസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ